എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളൊരു ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തോട്ടത്തിലാണ്. നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ തോട്ടമാണ്. എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ആരും സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കരുത്. എല്ലാവരും കൂടെ ലൈക്ക് ബട്ടൺ കൂടെ അമർത്തണേ. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോവേ. നല്ല രസമല്ലേ കാണാൻ, അടിപൊളിയായിട്ടുണ്ട്. നമ്മുടെ അടുത്തുള്ളൊരു ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തോട്ടമാണ്. കണ്ടില്ലേ, 4 വർഷം പ്രായമായുള്ള ഭാഗമാണ് ആ തോട്ടത്തിൻ്റെ. ഇത് നമ്മൾ ഇനി കാണാൻ പോകുന്നത് തോട്ടത്തിന് 1.5 വർഷം പ്രായമായുള്ള ഭാഗമാണ്. 1.5 വർഷം, അതിൽ 1 വർഷം ആയുധമുള്ളതെന്നാണ് എൻ്റെ സുഹൃത്ത് പറഞ്ഞത്. എങ്ങനെ കണ്ടു, നല്ല നേർവരി പാത പോലെ സ്ട്രെയിറ്റായിട്ട് നട്ടുപിടിപ്പിച്ചിരിക്കുക. പോസ്റ്റൊക്കെ നല്ല സ്ട്രെയിറ്റ് ആയിട്ടിട്ട് ഇടയ്ക്കൂടെ നന്നായിട്ട് നമുക്ക് നടന്നു പോകാം. ജലസേചനത്തിനും വളമിടാനൊക്കെ നമുക്ക് ഇടയ്ക്കൂടെ നടന്നു പോകാം. യാതൊരു അസൗകര്യവും ഇല്ലാത്ത തരത്തിൽ നമുക്ക് നടന്നു പോകാം. ഓരോന്നിനും വളം ഇടാനുമൊക്കെ പറ്റിയ തരത്തിൽ ആണ് ഇദ്ദേഹം ഈ ചെടി നട്ട് ക്രമീകരിച്ചിരിക്കുന്നത്. നല്ല ഭംഗിയാണ് കാണാൻ. തോട്ടത്തിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചിറങ്ങി പോരാൻ തോന്നുകയില്ല. അത്ര നല്ല ഭംഗിയാണ് കാണാൻ. നല്ല തണുപ്പുണ്ട്. സമീപ പ്രദേശത്തെ ഇലകളൊക്കെ ഉണങ്ങി വാടി വരണ്ട് പൊഴിഞ്ഞ് ഇരിക്കുന്ന അവസ്ഥയിൽ ഈ തോട്ടം മാത്രം വളരെ പച്ചപ്പായിട്ട് ഗ്രീനിഷായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് ഇത് ഹൈലൈറ്റായിട്ട് നമുക്ക് തോന്നുന്നത്. ഇത് കണ്ടില്ലേ, ഈ തോട്ടത്തിൻ്റെ ഈ ഭാഗം കണ്ടില്ലേ, എത്ര മനോഹരമാണെന്ന്. നല്ല ആകർഷണമാണ്. ഇത് ഏകദേശം 4 വർഷം പ്രായമുള്ള തോട്ടത്തിൻ്റെ ഭാഗമാണ്. ഇവിടെ നന്നായിട്ട് ഈൽഡ് കിട്ടുന്നതാണ് ഇദ്ദേഹത്തിന്. ഇപ്പോൾ ഓഫ് സീസൺ ആയതുകൊണ്ടാണ് ഇതിൽ പൂവും കായും ഒന്നും കാണാത്തത്. ഒരു മെയ് മാസം തൊട്ട് ഇതിൽ പൂവിടാൻ തുടങ്ങും. മെയ് ജൂൺ ഒക്കെയാണ് ഇതിൻ്റെ സീസണ്, പൂവും കായും ഉണ്ടാകാൻ തുടങ്ങുന്ന സീസൺ. അപ്പോൾ വരുവാണെങ്കിൽ വളരെ ഭംഗിയായിരിക്കും. ചുമലയും മഞ്ഞയും ഒക്കെ നിറഞ്ഞ കായ്കൾ നമ്മൾ കാണുമ്പോൾ നല്ല രസമായിരിക്കും. ഫുള്ള് ചുമലയും മഞ്ഞയും ആയിട്ടുള്ള കായ്കളായിരിക്കും. ഓരോ ഇനത്തിന് അനുസരിച്ച് ഉണ്ടോ, വളരെ ഇടതൂർന്ന് നിൽക്കുന്നു ഓരോ ചെടിയും. നല്ല ഭംഗിയാണ്, നല്ല പച്ചപ്പുണ്ട്. നന്നായിട്ട് പരിചരിക്കുന്നതാണ്. ജലസേചനമൊക്കെ കൊടുത്ത് ഇദ്ദേഹം എല്ലാ ദിവസവും ഇതിൻ്റെ ചോട്ടിൽ നിന്നും വന്ന് പരിചരിച്ച് ഓരോ എന്തെങ്കിലും ഇത് പോരായ്മകൾ കാണുമ്പോൾ അതെല്ലാം തരണം ചെയ്ത് ക്ലിയറാക്കി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടു നടക്കുന്ന തോട്ടമാണിത്. നമുക്ക് കണ്ടാൽ അറിയാം, ജൈവ രീതിയിലാണ് ഇദ്ദേഹം ഈ തോട്ടം പരിചരിക്കുന്നത്. ഇതിൻ്റെ ചൂടൊക്കെ നോക്കിയാൽ എത്ര നീറ്റാണെന്ന്. നമുക്കും വേണമെങ്കിൽ ഇങ്ങനൊരു തോട്ടം പ്ലാന്റ് ചെയ്തെടുക്കാൻ സാധിക്കും. നമ്മളെല്ലാവരും ശ്രമിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് ഇതുപോലെ ചെറിയ സ്ഥലമൊക്കെ ഉണ്ടെങ്കിൽ നമുക്കും ആ ഉള്ള ചുരുങ്ങിയ സ്ഥലത്ത് ഇങ്ങനെ പ്ലാന്റ് ചെയ്ത് എടുക്കാവുന്നതാണ്. നമുക്ക് ആവശ്യത്തിനുള്ള പഴങ്ങൾ നമുക്ക് പറിച്ചെടുക്കുവാനും സാധിക്കും. എല്ലാവർക്കും ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.